എനിക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ, പിന്നെ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ അതിൻ്റെതായ എക്സ്പെൻസസും കാര്യങ്ങളും കാണും. സോ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാരും ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഇവർ തൂക്കിയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, സൈലന്റ് ആയിട്ട് വന്നിട്ട് ഇത് മൊത്തം അങ്ങ് കൊണ്ടുപോയെന്നാണ് ഈ പറയാം. പിന്നെ അമ്മുമ്മ അവസാനം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മുമ്മ ഇവിടെ ഓസിയെ കുറിച്ചൊന്നും പറയുന്നത്, ഓസിയെ കുറിച്ചൊക്കെ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. ഓസി ആണെങ്കിലും അൻസൂനെ ആണെങ്കിലും മറ്റേ ഇഷാനിയെ കുറിച്ചാണെങ്കിലും ഇവിടെ പറയുന്നത് മൊത്തം ആരെയാണ്? ഞാൻ തന്നെ അതിശയിച്ചു പോയി, ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലാണ്. ശരിക്കും ഷോക്കായിപ്പോയി. പിന്നെ ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്തത് തന്മയുടെ ഒരു വീഡിയോ നിന്നാണ്. ആ ഒരു വീഡിയോ നിന്നപ്പോൾ സബ്സ്ക്രൈബേഴ്സാണ് പല യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് കണ്ടില്ല, ഇങ്ങനെ നോക്കുന്നില്ല എന്നുള്ള രീതി ചെയ്തത്. അപ്പോൾ പല ആൾക്കാരും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അഹാനയുടെ വീഡിയോ വന്നത്. അഹാനയുടെ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം സ്വന്തം അമ്മയ്ക്കാണ് ചീത്തപ്പേര് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വിളിച്ച് തെറി പറയുന്നു, അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും സ്ഥിരം 2 മാസത്തിൽ ഇങ്ങനെ ഏറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം മോൾ ഉൾപ്പെടെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം തന്നെയാണ്. അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് ഇത്ര നെഗറ്റീവ് വന്നപ്പോഴത്തേക്കാണ് ഈ പറയുന്ന അഹാന മൊത്തം കാര്യങ്ങൾ എടുത്തങ്ങ് പുറത്തിട്ട് കഴിഞ്ഞ് ഇതേ കിടക്കുന്നു ഗൈസ്. ഇപ്പോഴാണ് അമ്മൂമ്മയുടെ ചാറ്റും കാര്യങ്ങളും കാണുന്നത്. അമ്മൂമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിയുടെ പ്രോബ്ലം, ഓസിഡിയുടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ വൃത്തിയുടെ കേസ് കേട്ടില്ല. ഞാനാണ് 4ാം ക്ലാസ് മുതൽ എൻ്റെ വീട് തൂത്തുവായിരുന്നേൻ തുടക്കിയൊക്കെ വൃത്തിയായിരുന്നത്. എനിക്കത് പറയാൻ ഒരു മടിയും കാര്യങ്ങളും, കാരണം എൻ്റെ വീടാണ്. ഒരു ദിവസം എൻ്റെ കാണുന്ന അയൽക്കാർക്കറിയാം, ഒരു ദിവസം 2 വട്ടമെങ്കിലും എൻ്റെ ഒരു കുഞ്ഞൊരു പേര ഉണ്ടായിരുന്നു ഇപ്പുറത്ത്. അത് തൂത്തുവാരി മൊത്തം തൂത്തുവാരി. അപ്പോൾ എനിക്ക് ഒരു സാധനം അനങ്ങുന്നത്, ഞാൻ വെക്കുന്നിടത്ത് അനങ്ങുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവിടെ വീട് പണിയൊക്കെ കഴിഞ്ഞ ഒരു നല്ലൊരു വീട് വെച്ചപ്പോഴും അടുക്കള വെള്ളട്ടായില്ല. ഒരു ദിവസം അത്രയും വലിയൊരു വീട്, ഈ ഒരു വീട് ഡെയിലി ഞാൻ 2 വട്ടം തുടയ്ക്കും, തൂപ്പ് തുടച്ച്. അത് തുടച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അത് നിങ്ങൾക്കറിയാമോ, രാത്രി ഞാൻ എണ്ണിച്ചിട്ട് ഒരു ചെലന്തി വല ഇന്നടുത്ത് കിടക്കുന്ന കണ്ടാൽ അതപ്പം ഞാൻ തുടയ്ക്കും. അപ്പം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. ഈ യൂട്യൂബ് വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങളുണ്ട്. ഈ ഒരു വീഡിയോ കുറച്ച് മാറ്റങ്ങളുണ്ട്. കാരണം ഞാൻ തൂക്കുവാണെങ്കിൽ ഒരു ദിവസം ഇടവിട്ടായിരിക്കും ഞാൻ തൂക്കുകയും വൃത്തിയാക്കുന്നത്. ഞാനിപ്പോഴും എൻ്റെ വീട് എനിക്ക് എപ്പോഴും വൃത്തിയായിരിക്കുന്നത് എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീടിനകവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ തുണി ഇടാൻ സമ്മതിക്കത്തില്ല, തുണി ഇട്ടാൽ ഞാൻ അപ്പം എടുത്ത് ദൂരെ കളയും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചിലപ്പോൾ മുറുകെ സംസാരിക്കും. ഇവിടെ വൃത്തിയില്ല. അത് എൻ്റെ തൊട്ടയൽക്കാർക്ക് പറയാം, വൃത്തിയില്ല അതിൻ്റെ പേരിൽ കിടന്ന് ഞാൻ ഇവിടെ കിടന്ന് വളം വെക്കുന്നതൊക്കെ എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അതൊരു വല്ലാത്തൊരു തൊല്ലയാണ് ഈ പറഞ്ഞൊരു കാര്യം. ഇപ്പം കുറച്ചൊക്കെ ഒതുങ്ങി അമ്മ എപ്പോഴും പറയുമ്പോൾ കുറച്ചൊക്കെ ഒതുങ്ങി നിൽക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ്. എന്നാലും ചില സമയത്ത് എന്താ പറയുക, നമുക്കൊരു ഇറിറ്റേഷനുണ്ട്. അതെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഒരു കാര്യം എടുത്തു പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ പങ്ക് നമുക്കും ഉണ്ട്, പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും പ്രേക്ഷകർക്കാണെങ്കിലും. കാരണം ആ ഒരു വീഡിയോ അമ്മൂമ്മ മോളെ നീ വാ എനിക്കിവിടെ ആരുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും സിന്ധു നോക്കത്തില്ലെന്ന്. അങ്ങനെയാണ് സിന്ധു മേഡത്തിന് ഈ പറയുന്ന സൈബർ അറ്റാക്ക് വന്നത്. സത്യത്തിൽ അവർ നോക്കത്തില്ല, അത് വേറെ കാര്യങ്ങൾ. പക്ഷെ തൻവിയാണെങ്കിൽ അവർ ഇട്ട് കൊടുത്തിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച സെക്കൻഡ് വീഡിയോയിൽ അവൾ ഇട്ട് കൊടുത്താന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് തൻവി കറക്റ്റായിട്ട് വരുന്നുണ്ട്. അവസാനം വന്ന് അമ്മൂമ്മയുടെ കൊടുത്തു ആ ചാറ്റ്. ഒരു അമ്മൂമ്മയെ പറയുന്നതിൻ്റെ രീതിയിലാണ്. അല്ല, ഞാൻ അഹാനയുടെ കാര്യം ആലോചിച്ച് വെക്കണം. ആ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും അഹാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ അടുത്ത സമയത്ത്, പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു. കുറേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളിക്ക് കൊള്ളും, പുള്ളി അതിനേതറ്റം വരെ പോകും. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ആൾക്കാർ ഈ ഒരു വീഡിയോ കൂടെ കാണുവാണെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന അഹാനെ ആൾക്കാർ നല്ല രീതിയിൽ വെറുക്കും. ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കാം. ഇപ്പം എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. തുടക്കം തന്നെ അമ്മൂമ്മ പറയുന്ന വെക്കാം, എന്നിട്ട് നമുക്ക് ഈ പറയുന്ന തൻവിയിലോട്ട് വരാം. അതായിരിക്കും നല്ലത്. ഇപ്പം
ഞാൻ ശരിക്കും ഷോക്കായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊക്കെ എല്ലാവരും പറയും അമ്മമാരൊക്കെ ലോക്കൽ സെറ്റപ്പ് ടീംസുകളാണ്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അമ്മമാരാണ്, കണ്ടവൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നിട്ട് ഒരു നാണോ മാലോ ഇല്ലായിരുന്നൊക്കെ ചെയ്യുന്ന അമ്മമാരാണ്, അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ യോഗ്യത പോലും ഇല്ല. പണ്ടൊക്കെ എൻ്റെ താഴെ വരുന്ന കമൻസാണ് ഇവരുടെയൊക്കെ ഓരോ കോൺട്രവേഴ്സി, ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഓരോ വ്യക്തികൾ പറയുന്ന കാര്യങ്ങളാണ്. എന്തായാലും ആ പറഞ്ഞ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വെച്ച് തരുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് കൊടുക്കുക, ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് ചെയ്യാം, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോയും കൂടെ ചെയ്തേക്കാം. നമ്മൾ ഈ ഫോളോസും അതും ഇതും നമ്മുടെ ചാനൽ പൊക്കോളാവേ, കാരണം ഒരു നാണവന്മാരും ഇല്ലാത്തവന്മാരല്ലേ. ഞാൻ പണ്ട് എൻ്റെ വീഡിയോ ഞാൻ സബ് ചോദിക്കത്തില്ലായിരുന്നു, എല്ലാവരും പറയും നീ സബ് ചോദിക്കണമെന്ന് പറയും. ഈ അടുത്ത സമയത്ത് ഇച്ചിരി കൂടുതലാണ്, അത് എൻ്റെ അവകാശമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർ സബ് ചെയ്യാൻ കേട്ടോ. അമ്മൂമ്മ പറയുന്നത് നമുക്ക് കേട്ടിട്ട് തൻവിയിലോട്ട് പോവാം. ഓക്കെ, ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിന്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിന്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇനി വാ, ഞങ്ങളെ രണ്ടുപേരും നോക്കണം, പക്ഷേ അപ്പന്റെ കാര്യങ്ങൾ അവര് നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷെ എന്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മനെ കുറെ വർഷങ്ങൾ നോക്കി, എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാം, അത് എന്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മനെ പറയുന്നത് അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എനിക്ക് പിന്നെ എനിക്ക് ഓസിനെയും ഷാനിയെ കൺസിയാനെയും പറഞ്ഞൂടെ, അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഓസിയൊക്കെ തങ്കണ്ട, അമ്മൂമ്മയുടെ ഒക്കെ മുമ്പേ പേരൻസിനൊക്കെ അവളെ നല്ലൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പേരൻസിന്റെ അല്ല അശ്വിന്റെ അമ്മയ്ക്ക് ഏത് രീതിയിലാണ് കൊടുത്തത് നമുക്കറിയാം, പക്ഷേ ഈ അമ്മൂമ്മയ്ക്കൊക്കെ നല്ല മര്യാദയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അമ്മൂമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. കേട്ടെ ഞാൻ ഈ വാട്സപ്പ് ഞാൻ വായിച്ചു വെപ്പിച്ചതാണ്. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എന്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്, ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ച് അടിക്കും, അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്, എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ എടി അതെ ഇതേ പിന്നെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് അവരയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവർ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, ഞാൻ പറയില്ല. പുള്ളിക്കാരി തന്നെ പുള്ളിയുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതെല്ലാം എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ശരിയാണ്, ഞാൻ അന്ന് എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എന്തിനടുത്ത് ഗ്രൂപ്പിലിടേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ എടുത്ത് ഫാമിലി ഗ്രൂപ്പിലിടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിപ്പം ആ അമ്മു എന്ന് പറയുന്നത് എൻ്റെ പൊന്നു മോളെ, അങ്ങനെ നിങ്ങളുടെ മനസ്സെന്താണ്? നിങ്ങൾക്ക് സത്യമാണ്, നിങ്ങൾക്ക് ഈഗോ അടിച്ചാൽ നിങ്ങൾക്ക് ഉള്ളി കിടന്നാൽ നിങ്ങൾ പ്രതികാരം വീട്ടാതെ പോകുന്നതിനെ വല്ല സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവരെ സൂക്ഷിക്കണമെന്നാണ് സത്യമാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്നിട്ട് അവർ പറയുന്നത് അമ്മ അപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല, അതും അപ്പന്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാതെ എനിക്കറിയത്തില്ല. അവർ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞു, മൂക്കങ്ങൾ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നല്ലോ, ആ ജോലിക്കാരനാണ് വിളിച്ചിട്ട് ഈ അമ്മൂനോട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൂപ്പൻ ഇവരെ ചോര ഒളിപ്പിച്ച് കിടക്കുന്നുണ്ട്, നിങ്ങളുടെ അമ്മൂമ്മ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ വീഡിയോ ഒന്ന് പറഞ്ഞത് നമ്മളെല്ലാം കണ്ടതാ. ഓക്കെ, എന്തായാലും അമ്മൂമ്മ പറയാം, ഞാൻ ഇനി കുളവാക്കുന്നില്ല. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞോളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എന്റെ 2 നാത്തൂമാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എന്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എന്റെ ഇളയ മോൾ സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എന്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റുകൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവർ പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ
അപ്പം എന്താ പറയാ, സിമിയും ഈ പറയുന്ന സിമി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവരുടെ മോള് നമ്മുടെ സിന്ധു ചേച്ചിയുടെ അനീതിയോ ചേച്ചിയാരാണ്ട് തന്മയുടെ അമ്മ, കല്യാണത്തിന് വന്ന തന്മയുടെ കൂടെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതൊക്കെ ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ട്, സൈഡിൽ വെച്ചുതരാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ. ഇത് നിങ്ങൾ മൊത്തമായിട്ട് കേൾക്കണം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ശരിക്കും സ്ട്രഗിൾ അനുഭവിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി അത് തന്മ തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് കുഞ്ഞിലെ കുറേ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ. പക്ഷേ എന്താ പറയണ്ടേ, അവരുടെ അമ്മ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഫെയിമായിട്ടുള്ള ഈ പറയുന്ന അൻസിയും ഈ പറയുന്ന ഹാനിയും ഇവർക്കൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ആ കൊച്ചിൻ്റെ വീഡിയോയിൽ ഇത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതും കൂടെ വെച്ച് തരാം നിങ്ങൾക്ക്. സിനിമ നടനെ കമ്പനി ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ചത് കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്കൂടിയപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ നാളെ സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലോടാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. പറഞ്ഞെന്താണ് പറയാം. ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ അങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ. അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തതിനപ്പൂപ്പ എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഓണേഴ്സ് നിന്നിട്ടുണ്ട്, അവന്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവന്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലെ. അലനെ ഇപ്പൊ ആന വിളിച്ച് എടാ അലനെ നീയാള് കൊള്ളാലോടാന്ന്. എടാ ഞാനും നമ്മുടെ വീട്ടിലൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കും, കൊച്ചുമക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയൊക്കെ ഞാൻ പറയും. എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ ഞാൻ കൊണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചോറും കറിയും മീനും ഒക്കെ കൊണ്ട് മുന്നേ വെച്ചാൽ നീ കഴിയണമെന്ന് പറയും. മുട്ടയൊക്കെ സത്യം പറയാലോ 7, 8, 9 മുട്ടയൊക്കെ എനിക്ക് പുഴുങ്ങിക്കൊണ്ട് തരും. വഴക്കിട്ട് കഴിഞ്ഞാൽ സ്പോട്ടില്ല. ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം വഴക്കിടുക വരെ ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ 6 മുട്ട എനിക്ക് ഒറ്റയ്ക്ക് വറുത്ത് ഞങ്ങൾ ഇപ്പോഴും തരുന്നൊരു കാര്യമാണ്. ഞങ്ങൾ എത്ര വഴക്കിട്ടാലും അത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയാം, എത്ര വഴക്കിട്ടെന്ന് പറഞ്ഞാലും സംസാരിച്ചാന്ന് പറഞ്ഞാലും എന്ത് കാര്യം നമ്മളവിടെ കറക്റ്റായിട്ട് എത്തിക്കും നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ ഒരു ശീലം അങ്ങനെയാണ്. പക്ഷേ വഴക്കിടുകയാണെങ്കിൽ അമ്മാതിരി വഴക്കായിരിക്കും. പക്ഷെ അത് അത്ര മാത്രമല്ല, അല്ല ഉള്ളി വെച്ചുകൊണ്ട് കണക്കത്തില്ല. ഞങ്ങൾ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടുകാരെ പറയാനോ ഒരു മനുഷ്യനൊരു അവസരം കൊടുക്കത്തില്ല. എൻ്റെ മുന്നിൽ കണ്ടാല പിന്നെ അവർക്ക് ചാക്കാലയായിരിക്കും. എൻ്റെ ഒരു ശീലം ഞാൻ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഇച്ചിരി ഓവറാണ്. വഴക്ക് വിലയില്ലാത്ത വീടൊന്നുമില്ല. പക്ഷെ ഇത്രയ്ക്ക് ഇത് വെച്ചോണ്ടിരുന്നാലേ ഭാവി നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എന്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര എങ്ങനെ എനിക്ക് തരാതെ ഒരു സാധനം അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തേച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നേരത്തെ തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹർഷികയും ഓസിയൊക്കെ കഴിക്കാം. വേറെ ആരോടും യാതൊരു അമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്തത് അത് പറയാൻ കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ ഞാൻ നിന്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാൻ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞ എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പിന്നെ സഞ്ചാരത്തിന്റെ അന്ന് പിന്നെ ഒരു അസ്ഥി കൊടുക്കാൻ പോകുമ്പോഴും ഞാൻ പോകാൻ പോലെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് എവിടെ പോയി സിന്ധു പോയി എന്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാർ ഇവിടെ ഇരിക്കണം, ഇത് എന്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളെ എടുത്ത് അവളെപ്പോഴും എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷെ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4 അവൾ ആ തുണിയെ തിരിച്ചെടുത്തോണ്ട് പോയി. എന്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി ഞാൻ അറിയാതെ കണ്ട് നിങ്ങൾ
പെണ്ണുങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു? ഞാൻ കുറെ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് കോൺഗ്രസ് പെയിന്റ് കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പൊ ഞാൻ തുണി നോക്കണം, തുണിയില്ല. എന്നിട്ട് ആ കോൺഗ്രസ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചാൽ പോലെ അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നാലും ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ എനിക്കറിയില്ല എന്നായി അത് കൊണ്ട് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിന്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരുടെ മാറ്റിക്കളഞ്ഞ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എന്റെ തുണി അവള് വാങ്ങി തന്ന തുണിയും ഞാൻ വാങ്ങിച്ചത്. എപ്പോഴും ഞാൻ എനിക്ക് നർമ്മതയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ച ആ തുണി എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അവളെ തിരിച്ചെടുത്ത് എനിക്ക് ഞാനിപ്പോ എന്റെ വീട്ടിലെ തുണി അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. ഇപ്പൊ എന്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ അമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു പോയി. എനിക്ക് ഒരു 5 ചുരിദാറിന്റെ തുണി വാങ്ങിച്ച് അവിടെ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണി ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എന്റെ മോൾ എന്നോട് കാണിച്ചത്. എന്റെ ഭർത്താവിനോട് പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്രയ്ക്ക് ഞാൻ ഡാഡി എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയണേ, ഒരു മോള് പറയണ വാക്കുകളാണ് ഇതാണ് എന്റെ മോള് പറയുന്നത്. അവൾ എന്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യുന്നതുകൊണ്ട് അവർ മിണ്ടാതിരുന്നത്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോംനെറ്റ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോ ഈ മരുന്ന് വാങ്ങി തരുന്നത് ഞാൻ കൊടുത്ത, അവർ കഷ്ടപ്പെട്ട് ഇവരൊന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചോണ്ട് നടക്കില്ല. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവർ ഊട്ടിയിൽ കുറ്റപ്പെട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചോണ്ട് നടക്കുന്നത്. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരുമില്ല എന്ന് പറയുന്നത്. അമ്മ ചെലവിന് പാരങ്ങൾ തരുന്നുണ്ടോ? ഇപ്പൊ പരിഹാരം എന്റെ അനിയത്തിന്റെ മോനെ കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാമോ അവർ പറയും അവര് കാണുന്നു. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരി വയ്ക്കണം. പിന്നെ എനിക്ക് ചെലവില്ല, എനിക്ക് മരുന്ന് വേണ്ടേ, അതിന് എന്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ പരിഹാരം എന്റെ അനിയത്തിന്റെ മോനെ വിളിച്ചിട്ട് അവനക്ക് കാൽ നീട്ടി ഇടാതെ വൈകിട്ടാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എന്റെ അനിയത്തിന്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ 26 സിന്ധുവിന്റെ സിമീന്റെ കൂടെ ഒരു 25 രൂപ അമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എനിക്ക് വീട്ടോടെ നിൽക്കണം, അവർ ജോലിക്കാരി വയ്ക്കുക, മരുന്ന് മേടിക്കുക ചെയ്യാൻ മോനെ. അവർക്ക് അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവർക്ക് തരാൻ പറ. ഇപ്പൊ ഒരു 10 മാസം ഒരു 10-15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ജോലി ചെയ്യണം. എന്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലിയൊക്കെ വാങ്ങി. അമ്മ കരയല്ലേ? അമ്മ കരയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവനെയാണെന്ന്. എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാനിരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലാതെ എനിക്ക് ഇപ്പോഴും നടു സീനാണ്. അപ്പൊ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റ് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വന്നത്. എനിക്ക് ഈ ജൂൺ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഹോളിഡേന് വരായിരുന്നത്. കാരണം ലീവിന്റെ സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ലാംഗ്വേജും പ്രശ്നമാണ്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കും. ഇപ്പൊ കുറച്ച് മലയാളം കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാളെ ഇവനെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർത്ത്. അതേ ഉള്ളൂ വരി. ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൻ്റെതായ എക്സ്പെൻസസും കാര്യങ്ങളും കാണും. സോ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് വെച്ചോട് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല. ഇപ്പോൾ അത് അമ്മൂമ്മയെ അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നുള്ള സംഭവം. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു മനാകാലെന്നും അതെല്ലാം ഇല്ല എന്ന് പറയുന്ന ആള് ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മനെ വിളിക്കുന്നതാണ് ബിച്ച് ബിച്ച് കുഞ്ഞിച്ച്. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് ഞാൻ പറയുന്നില്ല, ഫാമിലി മാറ്ററാണ്. പക്ഷേ എന്താ പറയുക, കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി അറിയാലോ, ഇന്ന് കേരളം അറിയപ്പെടുന്നൊരു ഫാമിലിയാണ്. ഇപ്പോഴാണെങ്കിൽ പോലും എന്താ പറയണ്ടേ, ഇപ്പം എൻ്റെ അപ്പുറത്തിരുന്ന് എൻ്റെ ഫാമിലിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഉള്ള കാര്യം തുറന്നു പറയല്ല. ഞാൻ എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണത്തില്ല, ഇടയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് ഇന്നിച്ച് പോകത്തില്ലേ, എൻ്റെ വീഡിയോയിൽ ഈ ക്ലിപ്പ് ഓടുമ്പോഴും ഇന്നിച്ച് പോകുമ്പോൾ ഞാൻ അവിടെ തന്നെ പറയും മിണ്ടല്ലേ. ഇടയ്ക്കൊക്കെ ഞാൻ പറയും ഒന്നും മിണ്ടാതിരിക്കുമോ നിങ്ങൾ, ഞാൻ എൻ്റെ വീഡിയോ ചെയ്തോട്ടെ. ഇടയ്ക്ക് എൻ്റെ വീഡിയോക്കകത്തൊക്കെ ഇങ്ങനെ കയറി വരും വീട്ടുകാരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ വീട്ടിലെ സൗണ്ട് നല്ലത്, വീട്ടിലെ അമ്മയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഞാനിവിടെ ചെന്നിട്ട് പറയും മിണ്ടല്ലേ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ശരിക്കും എന്തോ കിളി പോയ ഒരവസ്ഥയായിപ്പോയി ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട്. ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ തുടക്കം ഇൻട്രോ തൻവി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതൊന്ന് പറയാം. വെൽക്കം ബാക്ക് എന്നൊന്നും പറയുന്നില്ല. സോ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പൊ ബേസിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അമ്മൂമ്മയുടെ ആ ചെറിയൊരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ആ വീഡിയോ എടുത്ത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ ജസ്റ്റ് പാക്കിന്റെ ഇടയ്ക്ക് അമ്മൂമ്മയുടെ വീഡിയോ ഷോട്ടിലേക്ക് കയറ്റാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷെ അമ്മൂമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം, ഇവിടെ അമ്മൂമ്മയും മോളും ചിലപ്പോൾ പറഞ്ഞു നിങ്ങൾ പറ ഇവിടുത്തെ കാര്യം ഇവിടെ നടക്കും. ഞാനിപ്പോൾ ചെന്നിട്ട്
പറയാം മിണ്ടല്ലേ ഇപ്പം കറണ്ട് പോയി, ഇപ്പം എന്നെ വിളിക്കും. പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഞാൻ ആ ഷോട്ട് എടുത്തു. അമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമം. കാരണം അമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പം പോയോണ്ട് അമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മക്ക് ജോലിക്ക് നിൽക്കാൻ ആളുണ്ട്. പിന്നെ അമ്മേനെ സിന്ധുവിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പൊ അമ്മക്ക് അമ്മയുടെ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചിരുന്നത് അമ്മയുടെ അടുത്താണ്. അപ്പൊ അമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതൊന്നും അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിനു ശേഷം സത്യം പറഞ്ഞാൽ അമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടുന്ന് പിച്ചും മാന്തും അവരുടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അമ്മയ്ക്ക് കൂടെ അപ്പനില്ല എന്ന് അമ്മ പറയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോയിൽ സിന്ധുമ്മയുടെ ഫാമിലിയോ എന്റെ കസിൻസിനെയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് മൊത്തം കഥ കറക്കി അത് അവരെ അഗേൻസ്റ്റ് നെഗറ്റീവ് ആക്കി ഞാൻ ആ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തതിന്റെ കാരണം ഞാൻ പറയാം. കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് സമയത്ത് ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാനിവിടെ 100 തിരക്കിലായിരുന്നു. നമുക്കിവിടെ കുക്ക് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഉള്ള ഒരു സാധനവും നമുക്ക് ആവശ്യമൊന്നുമില്ല. ഞാൻ സ്കൂളിൽ കൊടുത്ത സ്നാക്സ് ഇല്ലായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ പുറകെ ഞാൻ ഇവിടെ 100 കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ എന്താ മോളോടെ കിടപ്പുണ്ട് വലിയതിന്റെ ഇടയ്ക്ക് 3-4 അവിടെ വന്ന് അതിനാണ് ഞാൻ വീഡിയോ പോസ് ചെയ്ത് എടുക്കുന്നത്. അത് മാത്രമല്ല ഇപ്പൊ മോള് കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വീണ്ടും വീഡിയോ പോസ് ചെയ്യണം. സോ എന്തായാലും എനിക്ക് പറയുന്ന എക്സ്പ്ലനേഷൻ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തിയതല്ല. അത് മാത്രമല്ല അമ്മ അപ്പൊ മരിച്ചതിന് ശേഷം ഒരു വീഡിയോസ് ഇല്ലായിരുന്നു. ഓൾറെഡി അതൊരു വാർത്തയായി വരുവായിരുന്നു. ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും വലിയ ഒരു കുറ്റത്തിപ്പായിരിക്കും. ഞാൻ ആളെ പറഞ്ഞത് അമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞുള്ള വിഷമം പറഞ്ഞ് എന്നെ ടെൻഷനാക്കി. അപ്പൊ പിന്നെ മരിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ പൊരിതിടാം അമ്മ ഇതേപോലെ സ്കാനിങ് കാര്യങ്ങൾ അയച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുകയായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഒന്നാമത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുക. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. കുഞ്ഞിലെ കിട്ടേണ്ട ഒരു സ്നേഹമോ കാര്യങ്ങളൊന്നും ഈ കൊച്ചിനെ കിട്ടിയിട്ടില്ല. ആറയുന്ന ഒരു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ലൈഫിലുണ്ടായത്. അപ്പോൾ കൂടുതലും അതിനെ സ്നേഹിച്ചത് ഈ പറയുന്ന അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ ആയിരുന്നു. ഇപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ 100% ശരിയാണ്. കാരണം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അവൻ എന്നോട് ഒരു സ്റ്റോറിയൊക്കെ അവൻ്റെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു വല്ലാത്ത പെയിനാണ് ഡാനി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ 90 പഠിക്കുന്ന സമയത്തുള്ള ഒരു ഫ്രണ്ടാണ്. ഓക്കെ, ബാക്കി പറയാം. പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്നെ നോക്കി വളർത്തിയവരാണ്. അപ്പൊ അമ്മയും സിന്ധുമ്മയുടെ ഫാമിലിയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാപ്പക്ക് മരിക്കുന്നവരെ എനിക്ക് അമ്മൂമ്മയോട് ഇത്രയും സിമ്പതിയും കാര്യങ്ങളും കുറവായിരുന്നു. കാരണം ഞാൻ പറയുമ്പോൾ ചുമ്മാ അരിയുമ്പോൾ ഞാൻ ചോദിച്ചു ഒരുമിച്ചല്ലോ ഇന്നലെ ചുമ്മാ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സും കാര്യങ്ങളും നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്റെ ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പൊ ഇത് കഴിയുന്നവരെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ഒരു ഹോംലെസ് സെറ്റ് ചെയ്യാം, വൃത്തിയാക്കാൻ ആൾ സെറ്റ്. അപ്പൊ അമ്മൂമ്മക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മൂമ്മ ഞാൻ പറയാലോ, സത്യം പറയാലോ, ഞാൻ അമ്മയുടെ കൂടെ വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ ഇതെല്ലാം എല്ലാ കാര്യം അമ്മൂമ്മ ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ കിച്ചൺ എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എന്റെ വ്ളോഗ്സ് കണ്ടാണ് എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത്. എന്നെ കിച്ചൺ എന്നെ അവർ അതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പൊ സിന്ധുമ്മയുടെ ഫാമിലിയിലും എന്റെ കസിൻസിനെ ഒന്നും അമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എന്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാര വ്ളോഗിൽ എന്റെ അമ്മേനെ കുറിച്ച് പൊക്കി ഒന്ന് പറഞ്ഞൂടാ. അവരോട് അങ്ങനെ പെരുമാറി. ഇപ്പൊ അവൾ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലെ പ്രത്യേകം നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിൽ എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എന്നെ കൊണ്ട് ആ പൊഴുത്തി അടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പോയായിരുന്നു. ഇന്നത്തെ അതുലിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഹാനയും അൻസും കൂടെ വന്നിട്ട് അതുലിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തോ മിസ്ലീഡിങ് കംപ്ലൈന്റ് ഒക്കെ. അതിനകത്തും ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അപ്പൊ അതൊക്കെ വെച്ചിട്ട് വെറുതെ ബിഫോറും ആഫ്റ്ററും ഒക്കെ വെച്ച് വെറുതെ സമയം കളയുന്നില്ല. ഇത് കേക്ക് നിങ്ങൾ പോകുമ്പോ എന്നെ കൊണ്ടുപോകുമ്പോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കന്നൂടെ എന്റെ കാര്യം പോലെ അല്ലല്ലോ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങളോ അവിടെ കൊച്ചുങ്ങളോ 3 ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും ഞാൻ അവരെന്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് അറിയും. മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എന്റെ അമ്മയെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയുന്നത് ഞാൻ നീ എന്റെ ചേച്ചിയുടെ മോളാണെന്ന്, എന്റെ മോളാണെന്നും പറയില്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എന്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ നീ ഈ വീട്ടിൽ വന്ന് നിന്നാ നീ മൊത്തത്തിൽ 3G ആണല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, ഓരോരുത്തരുടെ വിധി. അല്ലാതെ ഇപ്പം എന്താ പറയാനാ, ചില ആൾക്കാരുടെയൊക്കെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പതിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒരു സിറ്റുവേഷൻ വരുമ്പം എല്ലാം പുറത്തു വരും. ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവരുടെയൊക്കെ സാഹചര്യമാണ് ഓരോന്നൊക്കെ. നശിച്ചു പോകും. നീ ശപിച്ച വീട്ടിൽ വന്ന് നിന്ന് നീ നശിച്ചു പോകും. നിനക്കൊന്നും കിട്ടാൻ പാടില്ല. നിനക്ക് കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ അതെല്ലാം ആ എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എന്റെ കല്യാണം എനിക്കൊരു കല്യാണം പോലും ഇല്ലാതെ എന്റെ സ്വർണ്ണം എല്ലാം എന്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എന്റെ പേര് 1 ലക്ഷം ഉണ്ടായിരുന്നു പോലും അതൊന്ന് പകുതി എടുത്തു പോയി. ഞാൻ എന്റെ അമ്മ എന്തിനാ എന്നെ കുറിപ്പിച്ച് ചോദിച്ചാൽ കൂടാ. അതേപോലെ ഇഷ്ടംപോലെ എന്റെ സ്വർണ്ണങ്ങൾ എല്ലാവരും വിറ്റ് ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഊശയുടെ കല്യാണം വന്നപ്പോൾ എനിക്ക് ആ സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോ അതേണ്ട ഈ ഒരു സംഭവം, ഈ ഫോട്ടോസ് നിങ്ങൾ കണ്ടില്ലേ? ഈ ഫോട്ടോസ് ആ കല്യാണ സമയത്താണ് അവർ വന്നത്. അവരുടെ സ്വർണ്ണമോ കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഫോട്ടോ. അത് കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വെച്ചതാണ്. അപ്പോഴത്തേക്ക് അതിന് ലൈറ്റ് പോയത്, ലൈറ്റ് ചെക്ക് ചെയ്യാൻ പോയത്. ഓക്കെ,
ബാക്കി പറഞ്ഞു. നിങ്ങളോട് കളം വരേണ്ട ആവശ്യം ഈ കമ്മലുണ്ടോ? ഇത് ഇതുകൊണ്ട് പോയി എന്റെ കാണുന്ന ഒരു ക്യാനെ പോയി 2024 ഊരി വീണത്. എനിക്ക് കാരണം ഇതാൻ പോലെ ഒരു കമ്മൽ പോലും മേടിക്കാൻ സമയമില്ലാത്ത സാഹചര്യം. ഇത് ഏതൊരു ഡ്യൂട്ടി കമ്മലാണ്, ഇത് അറിയാതിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്റെ അമ്മയെ അത്രയും ബുക്കി പറഞ്ഞത് എനിക്ക് പറയാനുണ്ടല്ലോ. എന്റെ എല്ലാം മെസ്സേജ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതൊന്നും പബ്ലിക്കലി ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഇത്രയും ബുക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. ഞാൻ ഒരു സെക്കൻഡ് കഴിച്ചു. അപ്പൊ എന്തായാലും അങ്ങനെയാണ്. അപ്പൊ 3 വർഷങ്ങൾ ഇവര് അപ്പൂപ്പൻ പണ്ട് ഞാൻ പറയാം, അമ്മൂമ്മ പണ്ട് അമ്മൂമ്മയുടെ ഗോൾഡും കാര്യങ്ങളെല്ലാം വിറ്റാണ് അപ്പൂപ്പന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടത്. അപ്പൊ അപ്പൂപ്പൻ മറ്റേ ദുബായിലേക്ക് കയറി പൈസയൊക്കെ ഉണ്ട്. അപ്പൂപ്പൻ അതിനൊന്നും ഗതിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അപ്പൂപ്പൻ ഓരോ മുട്ട് സൂര്യന് മുതൽ പോലും എടുത്ത് സേവ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ അമ്മൂമ്മയും അപ്പൂപ്പനും ഒരുമിച്ച് അവർ ഭയങ്കര പാവപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്നവർ. അപ്പൊ അവർക്ക് ഒരു സ്ഥലം പോലും കളയാൻ ഇഷ്ടമില്ല. അപ്പൊ അവർ കുറെ സാധനങ്ങളിൽ കൂട്ടി വെക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ ഞാൻ വന്ന് അമ്മമ്മയ്ക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ ഓക്കെയാണ്. ബിക്കോസ് ഞാൻ അമ്മയോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ് ഇല്ല. എന്റെ അച്ഛനായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എന്റെ അച്ഛനായിട്ട് ഞാൻ 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ശരിക്കുമായിട്ട് ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോൾ എന്റെ കാര്യങ്ങളെല്ലാം നോക്കി. എന്റെ ഒരു പാമ്പർ പോലും എന്റെ അമ്മ മാറ്റിയിട്ടില്ല. എന്റെ പോട്ടി വരെ എടുത്തത് എന്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രി കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാ അപ്പനും അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അവരോട് എനിക്ക് നന്ദി കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അമ്മയും സിന്ധുവയും വേറെ ആരും ആയിട്ട് അമ്മയ്ക്കും പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ അത് എന്തൊക്കെ അടിയായി അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പം അമ്മ അഥവാ ആരുമായിട്ട് അടിയായെങ്കിലും ഞാനായിട്ടും പ്രശ്നമില്ലായിരുന്നു. അതേപോലെ സിന്ധുവയുടെ ഫാമിലിക്ക് ഞാനായിട്ടും പ്രശ്നമില്ലായിരുന്നു. സോ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് പെട്ടുപോയത് ഞാൻ. അപ്പൊ ഇവര് അപ്പത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ല ഞാൻ നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാ. അന്ന് ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പം മരിച്ചോണ്ട് ഞാൻ എന്റെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ള കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവരുടെ അമ്മേനെ നോക്കുന്നില്ല, അവരുടെ തണ്ണീരുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവര് നോക്കുന്നില്ല, അവർ നോക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മ പ്രശ്നമാണ് ഇവർക്ക്. സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല തൻവി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു വ്ളോഗ് എടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. നാളെ ഒരു അടിപൊളി ഒരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്നൊക്കെ എല്ലാവരും കണ്ട് മീൻ വിളക്കുമല്ലോ. അങ്ങനെ കണ്ട് അവസാനം നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവരുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് അവർ കാണും. അതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങളുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഈ ഓഡിയൻസ് അത് കണ്ടുപിടിക്കും. ഉള്ള കാര്യം പറയാലോ. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ അമ്മ വന്നിട്ട് ആ ഒരു വീഡിയോ ഇട്ടപ്പം ഉറപ്പാണ് ആൾക്കാർ സിന്ധുവിനെ പറയത്തുള്ളൂ കുറ്റം. ഇവിടെ ഈ പറഞ്ഞ സിമിയ ആരും ഓർക്കത്തില്ല. സിന്ധുവിനെ എൻ്റെ അടുത്തായിരിക്കും കൂടുതൽ ആൾക്കാർ പോയി ചോദിക്കുന്നത്. കമന്റ് ബോക്സ് മൊത്തം അവർക്കെതിരായിരുന്നു. അപ്പോഴാണ് ആഹാരം വന്നിട്ട് ദേ കിടക്കുന്നത് മൊത്തം ഒരിടത്തം കിട്ട്. ആഹാരയുടെ ഉള്ളിലെ വൈരാഗ്യം ആഹാരം നല്ല രീതിയിൽ തീർത്ത്. ഇപ്പം അമ്മൂമ്മയുടെ ആ ചാറ്റും കൂടെ കണ്ടപ്പം തൃപ്തിയായി. പിന്നെ പ്രായം ചെന്ന സ്ത്രീയാണ്, അവർക്ക് പരിഗണനയുണ്ട്. പക്ഷെ അമ്മു കാണിച്ചു വെച്ചിട്ട് ഓവറാന്നേ പറയും. പക്ഷെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വരുമ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ക്രെഡിബിലിറ്റി പോയില്ലേ? ശരിക്കും ക്രെഡിബിലിറ്റി പോയി. അതും അത്യാവശ്യം സിനിമയിലൊക്കെ ഒരു നായികയായിട്ട് 1-2 പടത്തിലൊക്കെ നായികയായിട്ട് അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഒക്കെ ഉള്ള ഒരു കൊച്ചാണ്. കൃഷ്ണകുമാറിൻ്റെ മകൾ എന്ന് നമ്മൾ പറയുമ്പോഴും ആ കുടുംബത്തിലാണ് ഇച്ചിരി ഇതുള്ളത്. ഇച്ചിരി ഗ്രാഫ് ഇച്ചിരി ഓറ ഉണ്ടാക്കിയത് ഈ പറയുന്ന ആഹാന തന്നെയാണ്. പിന്നെ നെഗറ്റീവ് ഓറ നമ്മുടെ ദിയ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ദിയൊക്കെ ഈ പറയുന്ന അമ്മൂമ്മയ്ക്കൊക്കെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയുടെ സംസാര രീതിയാണ് പുള്ളിയെ വഷളാക്കുന്നത്. പക്ഷേ അമ്മൂൻ്റെ കാര്യം ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ ശരിക്കും എന്തോ പോലെ ആയിപ്പോയി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. ഉള്ളത് പറയാമല്ലോ. അമ്മൂന് അത്ര താല്പര്യമില്ല അങ്ങനെ. കാരണം അമ്മൂക്ക് എപ്പോഴും ഞാനാണ് വരുന്നത് പറഞ്ഞ അമ്മ എന്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നോട് പരാതിയാണ്. കാരണം അമ്മ നോക്കുമ്പോൾ എന്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ അങ്ങ് ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ കഴിച്ച മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്നത് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്റെ അച്ഛനായി ഞാനും ചത്തുന്നെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ചത്തുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാൻ ബുദ്ധിമുട്ടാത്തില്ല. ഒരു കൊച്ചായിട്ട് ഇരിക്കുന്ന 5-ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ എന്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത്രയും ആരുമില്ലാതിരുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പനും അമ്മ എന്നെ എടുത്ത് വാദിയത്. അവരോട് എനിക്ക് നന്ദി കാണിക്കാൻ പറ്റും. ഇവർ തമ്മിൽ അടിയായി. ഓക്കെ. അപ്പൊ ഞാൻ അമ്മമായിട്ട് പറയാം നമ്മൾ എന്തോ അമ്മയോ അമ്മയ്ക്കോ സീരിയുണ്ട് ഈ ആൾക്കാർ വന്നു പോകുന്നത് എന്തോ അമ്മ പറയും. ഞാൻ അമ്മയിൽ ആൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ പുതിയതായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്ത്രീ വന്നു. അവര് വന്ന് ജോലിക്ക് ഇങ്ങനെ നിന്നു. ഞാൻ ചേച്ചി ഇതാ വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മള് 2 ദിവസം അത് മാത്രമല്ല അമ്മ കസൻ എന്തെങ്കിലും ജോലിയെന്ന് പറഞ്ഞിട്ട് അവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ പകുതി പണി ഞാനാണ് ചെയ്തത്. ഈ ചേച്ചിയെ കൊണ്ട് ഞാൻ മെയിൽ വരെ ഞാൻ ഒരു ദിവസം 8 മണിക്ക് 4 വരെ നിൽക്കുന്ന ആളാണ്. ഓക്കെ. പിന്നെ പറയുന്നത് വെച്ചാൽ ആ അമ്മൂമ്മയ്ക്ക് 50 ആ ജോലിക്കാർ വരുന്നത് 8:45-9 മണി സമയത്ത് തോന്നുന്ന സമയത്താണ് അവർ വരുവൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും അവർക്ക് 50 രൂപ ഡെയിലി വെറുതെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കും അമ്മൂമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തൻവി തന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എന്തിനാ ആവശ്യമില്ലാതെ ഇത്ര പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്, അതത്ര നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് തൻവി വഴക്ക് പറയുമായിരുന്നു. ഓക്കെ, ഞാനിത് മൊത്തം കണ്ടിട്ടാണ് ഇപ്പോൾ സംഭവം ഒന്നും കൂടെ ഇതെൻ്റെ 3ാമത്തെ വട്ടം കണ്ട് കാണലാണ് ഈ സംഭവം.
ഓക്കെ, എന്തായാലും നമുക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ചാറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന ഞാൻ തോന്നുന്നു. ഓക്കെ, അത് നമുക്ക് എന്തായാലും അത് വെക്കാം. ചാറ്റിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ അമ്മൂമ്മ വിളിക്കുന്ന രീതികളൊക്കെ ഇപ്പം തൻവി കാണിക്കും. പിന്നെ ഹോംലെസ് വന്നതിന് ശേഷം അവർക്ക് ആ ശീലം പിന്നെ കണ്ടിന്യൂ ചെയ്യണം. പ്രായമായവർക്ക് കാര്യം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പിന്നെ അങ്ങനെ കയറി വന്നോണ്ട് അങ്ങനെ കയറി വന്ന ഒരു ദിവസമാണ് അപ്പൊ പിന്നെ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലെ വന്നാൽ അപ്പൊ മരിച്ചു വരും. എനിക്കന്ന് വരാൻ പോലും പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ ധൃതി വിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷയുടെ കാരണം എനിക്ക് ഈ ഡെലിവറി സമയത്ത് എനിക്ക് പണി കിട്ടിയത്. കാരണം മോള് ഞാൻ പ്രതീക്ഷ പോലെ എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ പെട്ടെന്ന് ജനിച്ചപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒന്നാം തീയതി ആയുർവേദ ട്രീറ്റ്മെന്റ് പോകാൻ വേണ്ടി ഇരിക്കുക. ഞാൻ അതൊന്നും നിന്ന് ഒരാളല്ല. പിന്നെ ഞാൻ പിന്നെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ് കൊച്ചോർമ്മ ഞാനൊന്ന് കിടത്തിട്ട് വരാം. പിന്നെ ഞാൻ ജെറ്റ്ലാഗ് വന്ന് ശരിക്കും എനിക്ക് ഇപ്പോഴും ജെറ്റ്ലാഗ് ഉണ്ട്. കാരണം നമുക്ക് അത്രയ്ക്കും ടൈം ഡിഫറൻസ് ഉള്ളത്. ഓൾമോസ്റ്റ് 12 hours ടൈം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അത്രയും ടൈം ഡിഫറൻസ് ഉണ്ട്. മോക്കും ആ ടൈം ഡിഫറൻസ് ഉണ്ട്. അവർക്കും അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കുഞ്ഞ് രാത്രി സമയത്ത് ഉറങ്ങിരിക്കുക, രാവിലെ സമയത്ത് ഉറങ്ങും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ജെറ്റ്ലാഗ് കാണും. കാരണം കുഞ്ഞിന്റെ ഉറക്കം പോലെയാണ് എന്റെ ഉറക്കം. 3 മണിക്കൂറാകുമ്പോൾ കുഞ്ഞ് എണീച്ചിട്ട് അവൾക്ക് കളിക്കണം, ചിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവൾ ലിയാൻ വെളുപ്പിന് 3 മണിക്ക് എണീച്ചിട്ട് എനിക്ക് വിശക്കുന്നത് സ്കൂളിൽ പോകുന്ന സമയമായോ. അപ്പോൾ കൊച്ചിറങ്ങി വരുമ്പോൾ ലിയാൻ എണീക്കുക. അതേപോലെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാനിപ്പോഴാണ് ഇച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പോയി ചോദിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു. കാരണം എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്നപ്പോഴാണ് ഞാനൊന്ന് അവിടെ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് രാവിലെ സമയത്ത് ചെയ്യാനുള്ളപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ വീട്ടിൽ? അവന് സമ്മതിക്കും ഉറങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ആ കമന്റ് ഇട്ടത്. അപ്പൊ എല്ലാവരും കിടന്ന് സിന്ധുവിന്റെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരെ കുറ്റം പറയുന്നു. ഞാൻ ഇന്റൻഷനലി അവരെ ടാർഗറ്റ് ചെയ്ത പോലും അല്ല. ഞാൻ നോക്കുമ്പോൾ അവരൊന്നും പറഞ്ഞു എന്നിട്ട് അവനെ ആശയിപ്പിച്ച അവര് തന്നെ അമ്മ ഈ ആഹാന വീഡിയോ ഇട്ടതിന് ശേഷം അവരെ മറ്റേ ആഹാന അവരൊക്കെ കുറ്റം പറഞ്ഞില്ല. അവർ തന്നെ. കാരണം ഞാൻ അതേ കമന്റുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇത്രയും നല്ല ആഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞാണ് അമ്മൂമ്മനെ കുറിച്ച് കൊച്ചുമോള് പറയുന്നതാ ആഹാന. ഈ ചാറ്റൊക്കെ എന്റെ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മ പറയും, അമ്മൂമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നത്. അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതിരുന്നിട്ടില്ല. ഓൾ ദാറ്റ് വിച്ച് നീഡ്സ് ഇസ് മണി. ഐ വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് വിത്ത് 30 lakhs. അപ്പൊ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. അപ്പൊ അമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയുന്നത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളിയായിട്ട് മീൻസ് എന്നോട് ആഹാൻ അയച്ചൊരു മെസ്സേജാ, തൻവി യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. ഇഫ് യു എനിക്കറിയാം എന്റെ കൊച്ചാണ് സത്യം. ആഹാൻ അയച്ചൊരു മെസ്സേജാ, ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് അലൈവ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെല്ലാവരും പറയും അവരെയൊക്കെ കണ്ടുപിടിക്കുക, അവരുടെയൊക്കെ കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡും മഹത്വം ഒക്കെ. എടോ കുറേ പേര് വന്നിട്ട് ഇന്നലെ ഈ പറയുന്ന അതുൽ വ്ലോഗ്സിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുൽ വ്ലോഗ്സിന്റെ താഴെ കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നീയൊക്കെ മിസ്ലീഡിങ് തമ്മിലേനും കാര്യങ്ങളൊക്കെ. ഞാനൊരു കാര്യം തുറന്നു പറയാം, ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ മിസ്ലീഡിങ് ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അതങ്ങനെയാണ്. ഈ ഒരു വിഷയത്തിൽ അവനൊരു കമൻസ് ആണ് ഈ പറയുന്ന അൻസുവിനെ കുറിച്ചൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻസ് ആണ് അവനെ തമ്പ് കൊടുക്കുക അങ്ങനെ ചെയ്തത്. അതാണ് ഇവർ മിസ്ലീഡിങ് കൊടുത്തിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വലിയ ഡയലോഗ് അടിച്ച് വന്ന് കമൻ്റ് ഒക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അന്തം ഫാൻസുകാരുണ്ട്. അവനെ തെറി വിളിക്കാൻ വരുന്നത്, അവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ എന്നെ തെറി വിളിക്കാൻ വരുന്നത്. എടാ നീയൊക്കെ കണ്ട് പഠിക്കടേ ഇവറ്റയുടെയൊക്കെ രീതികൾ എന്താന്ന്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കുറേ ഇവരൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരോട് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കണ്ടുപടി. ഇതാണ് ഇവരുടെയൊക്കെ ക്യാരക്ടർ. ഓക്കെ, അത് മാത്രമല്ല ഞാൻ ആരാണ് എന്നെ കുറിച്ച് ടെക്നിക്കുള്ളത്, ഞാൻ അതിനെ കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. വേറെ ആരെ കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എല്ലാവരും ക്രിയയും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നത്, ഞാൻ ക്ലാസ് പറയുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വീട് വൃത്തിയാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മേല് ഫുൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ തന്നെ, എനിക്ക് ഈ ആക്രിക്കാർ അങ്ങനെ ശരിക്കും ഈ നാട്ടിലത്തെ ഈ കാര്യം ഈ കഴിഞ്ഞ 6 ദിവസം ഞാൻ ക്യാൻറ്റീൻ നിൽക്കണോ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അമ്മൂമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട് ബാലകൃഷ്ണൻ അങ്കിൾ എന്ന് പറഞ്ഞാൽ ആ പുള്ളി വഴി ആക്രിക്കാരക്കാരെ ആൾക്കാരെ കൊണ്ടുവന്ന് മേല് മൊത്തം ക്ലീൻ ആക്കിച്ചു. അത് ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല, അമ്മൂമ്മയായിട്ട് ചെയ്യിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ കിച്ചണിൽ അലുമിനിയം സ്റ്റീലും ഒക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോയി നമുക്ക് എവിടെയോ പാളയത്തോടെ കടയിൽ കൊടുക്കാം. ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല. ഇതെല്ലാം ചെയ്യാമെന്ന് അമ്മൂമ്മ എന്നോട് പറയാം. അപ്പോൾ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറയാം. കറണ്ട് ബില്ല് അടയ്ക്കാറുണ്ട്, വെള്ളം ബില്ല് അടയ്ക്കാറുണ്ട്. പിന്നെ ഞാൻ മേലിലാണ് കൊച്ചിനെ വെച്ചിട്ട് ഈ റൂമിൽ നമ്മൾ 4 പേര് കിടക്കാൻ വലിയ കട്ടിലായുണ്ട്. അപ്പൊ ഇന്ന് ഒരു ഫ്രിഡ്ജ് വരെ നമ്മൾ മേടിച്ചാൽ നമ്മൾ ഇന്ന് മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. സമയമില്ല. ഓരോ നിങ്ങളുടെ എല്ലാ കമന്റ് എനിക്ക് ഇപ്പം ഇതിനുള്ള സമയമല്ല, സാഹചര്യമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നിങ്ങൾ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു പറയും. അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ കമന്റ് ഇട്ടു. അപ്പൊ എന്റെ താഴെ ഞാൻ എനിക്ക് സമയമില്ലാതെ ഡിലീറ്റ് ചെയ്യാനും, കാരണം എനിക്ക് അവരെ കുറിച്ച് നെഗറ്റീവ് ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ എത്രയെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പറ്റുമ്പോഴത്തേക്കും എനിക്ക് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യുക. അവരെ കുറിച്ച് കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഈ ഫെയിം എന്ന് പറയുന്ന സാധനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാൻഡ വിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ പെറ്റി പോയി, എന്റെ കാർ സീറ്റ് പോയി. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ഇന്ന ദിവസമാണ് വരാന്ന് പറഞ്ഞിട്ട് ഇവരാരും നമ്മൾ പിക്ക് ചെയ്യാൻ വന്നില്ല. ഓസി മാത്രമാണ് വന്നത്. അവരെല്ലാവരും പറഞ്ഞാൽ എനിക്കൊന്നും അവളൊന്നും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവളെ വേണമെങ്കിൽ നീ വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ പോയി പിക്ക് ചെയ്യും. ഞാൻ ഓസിയാണ് പണ്ടുതൊട്ടേ കൂട്ട്. അപ്പോൾ ഓസി മാത്രമാണ് എന്നോട് ശരിക്കുള്ള സ്നേഹം. കാരണം ഞാൻ ഓസി ഒരേ പ്രായമാണ്. അപ്പോൾ ഞാൻ ഇത്രയും സ്പീഡിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിയാൻ ഇപ്പോൾ കയറി വരും. അവൻ കയറി വന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും യോജി അവിടെയും കൊണ്ട് ജസ്റ്റ് താഴേക്ക് പോയി വെളിക്ക് കളിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിന് പറയുന്നത്. സോ ബേസിക്കലി
ഓസിയും അശ്വിനും മാത്രമാണ് എന്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അവരുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വന്ന സമയത്ത് അവരെന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ, അശ്വിൻ എസ്പെഷ്യലി അത്രയും എന്നെ നിർബന്ധിച്ചിട്ടാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഓസി പറക്കും, ഉറപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവളൊന്നും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഓസിയാണ്. അവൾ തന്നെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അശ്വിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അശ്വിൻ ഒരാളെ ഹെൽപ്പ് ചെയ്യാനാ അശ്വിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അശ്വിൻ ആ ഒരു കാര്യത്തില്ല. നമ്മൾ ഇവനെ മൊണ്ണാകിണ്ണേന്നൊക്കെ പറയുമ്പോഴും പിന്നെ ചില സമയത്തൊക്കെ ഞാൻ പറയും, ഈ കാലത്ത് ഇതുപോലുള്ള ഒരു പയ്യനെ കിട്ടിയതും ഓസിയുടെ ഭാഗ്യമാണ്. പിന്നെ പുള്ളി ഒരു, എനിക്ക് പുള്ളിയുടെ ഫുഡ് കഴിപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. പിന്നെ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളൊരു ആളും കൂടാണ്. അത് എടുത്തു പറയുന്നുണ്ട്, അതും കൂടെ വെക്കാം. ഇങ്ങനെ ചെയ്യണം, ടാബിൽ ഇങ്ങനെ ചെയ്യണം, പിന്നെ പാട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇത്ര റീൽസ് ഉണ്ട്, ഇത്രയും. എനിക്കന്ന് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഒരു സാധനം എന്താ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പണ്ട് യൂട്യൂബിന്റെ അപ്പോൾ എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇത്ര 40,000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടിടുന്ന വീഡിയോസ് ഒന്നും. അന്നൊന്നും ഇവരാരും സഹായം ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല ആയിട്ടത്. പിന്നെ ഇവരുടെ കൂടെ ഞാൻ ഒരു ബ്ലോഗ്സിൽ എന്റെ കസിൻസ് ആയിട്ട് ഇപ്പം അവർ ഇച്ചിരി ഫേമസ് ആണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ കസിൻസ് ആയിട്ട് വീഡിയോ ഇടുന്നു. അപ്പൊ അവർ ഫേമസ് ആണെങ്കിൽ അവർ ആ വീഡിയോ കണ്ടിട്ട്, അല്ലാതെ ഇവർ ഫേമസ് ആയിട്ട് ഇവിടെ കൂടെ പോയി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നിങ്ങളുടെ കസിനോട് നിങ്ങൾ വീഡിയോസ് എടുക്കാറില്ല, ഫോട്ടോസ് ഇടാറില്ലേ? അതേപോലെ ഞാൻ ചെയ്തു. അവർ ഫേമസ് ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. എന്റെ യൂട്യൂബ് എന്നെ മെയിൻലി ഹെൽപ്പ് ചെയ്തത് ഓസിയാണ്, അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അമ്മൂമ്മയുടെ കുറെ കാര്യങ്ങൾ ഞാൻ ക്യാൻഡിൽ പോകുന്നവരെ അമ്മൂമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയത്. അതിനുശേഷം സിന്ധോബ അമ്മൂമ്മയുടെ കാര്യങ്ങൾ കുറെ നോക്കിയാണ്. പിന്നെ അവരെ അടിച്ച് തെറ്റിപ്പിരിഞ്ഞു. എന്നോട് പറഞ്ഞു, സിന്ധോബ പറഞ്ഞു, നീ നാട്ടിൽ വന്നിട്ട് അവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക്, ഇനി അവർ അടുത്ത 20 വർഷം ജീവിക്കുകയാണെങ്കിൽ അവർ കാര്യം നോക്കുമെന്ന് ചോദിച്ചു. അതിന്റെ ചാറ്റൊക്കെ എടുക്കണം, എനിക്ക് അവർ ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അവർ ഇനി അടുത്ത 20 വർഷം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത 20 വർഷം അവർ നോക്കും. ഓക്കെ. കാരണം ഞാൻ എന്റെ മനസ്സിൽ വേറെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ക്യാനഡ വിട്ട് നാട്ടിൽ വരെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എനിക്ക് ദുബായ്, എനിക്ക് എന്റെ അമ്മയായിട്ട് ഞാൻ പോസില്ല. എനിക്ക് അവിടെ 2 അനിമാരുണ്ട്, അവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അവരായിട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ അമ്മ സമ്മതിക്കില്ല. അതല്ലാതെ എനിക്ക് ദുബായിൽ 3 അനിമാരുണ്ട്. എന്നെ എപ്പോഴും വിളിക്കുന്നത് 3 അനിമാരും എന്നെ കാണണമെന്നും എന്നോട് സംസാരിക്കണമെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നും എനിക്ക് ഞാൻ ദുബായിലെങ്കിലും പോയി അവരായിട്ട് അവിടെ സെറ്റിൽ ആവും. ഇതായിരുന്നു എന്റെ 2ാമത്തെ പ്ലാൻ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ക്യാനഡയിൽ സെറ്റിൽ ആവാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ, എനിക്ക് ഒറ്റയാൾക്ക് ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ ജീവിതം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പൊ ഈ ഡിവോഴ്സ് ഒക്കെ ആവുകയാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും ഒക്കെ കല്യാണം കഴിക്കാം നിങ്ങൾക്ക് പ്ലാൻ. അതിനിടയ്ക്കാണ് ലിയാന്റെ കാര്യം പറഞ്ഞ മേലിയാണ് നമ്മൾ വീണ്ടും ഒരുമിച്ചത്. ഇത് എന്റെ കൊച്ചിന് വയ്യാന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ കളവാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആരും പേടിച്ചിട്ടൊന്നും അല്ല സെക്കൻഡ് വീഡിയോ എടുത്തത്. ഞാൻ അത്രയും ടയർഡായിരുന്നാണ് ആ വീഡിയോ എടുത്തത്. കാരണം എനിക്ക് ഉറപ്പില്ല. ഇപ്പോഴാണ് കുറച്ചൊന്ന് ഉറങ്ങി വരുന്നത്. ഈ മോള് ഇതാവെപ്പോഴും ഞാൻ കിടത്തി ഉറക്കിയത് പോലെ കയ്യിൽ നിന്ന് ഉറങ്ങി വെച്ചിട്ട് ഇപ്പൊ കൈ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഇത് മൊത്തത്തിൽ കൈവിട്ട് പോയി ഒരു കേസ് കേട്ട്. ഇപ്പോൾ ഫാമിലി മൊത്തത്തിൽ നാറിയെന്ന് പറയാം. സിന്ധുവിൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തായി. ഈ പറയുന്ന ഷോക്കായത് അഹാന ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ, ഞെട്ടിച്ച് കളഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓസി ഒന്നുമില്ല കേട്ടോ. ഓസി ശുദ്ധയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആയി തോന്നിയ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. വിവരക്കേട് വിളിച്ച് പറയുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നി അമ്മൂമ്മ തന്നെ ഓസി, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.